ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞെങ്കിലേ ഞാൻ കാന്താരി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടുമ്മാൻ്റെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ. അപ്പോൾ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. കമൺ. ഫസ്റ്റ് തന്നെ മിക്സി എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സിർക്ക, ഒരു കഷ്ണം തക്കാളി, കസ്തൂരി മേത്തി, ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലിട്ടിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ടിട്ട് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറോ മറ്റോ റെസ്റ്റ് ചെയ്യുക. അതിന് മസാല ഒന്ന് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഫുൾ ഇത് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആക്കണം. അതുകൊണ്ട് നമ്മൾ മിക്സ് എടുത്തിട്ട് അതിലേക്ക് ഒരു 10 അല്ലെങ്കിൽ 10-11 റെഡ് ചില്ലി ഇട്ടിട്ട്, ഇപ്പോൾ ചില്ലിൻ്റെ പേരെന്താ നമുക്ക് നേരെ പറയാനല്ല, റെഡ് ചില്ലി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് അടുത്ത പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ കൂട്ടിയിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മുപ്പിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കാൻ. അങ്ങനെ ചിക്കൻ ഇട്ടിട്ട് ഇപ്പം ഞാൻ ഫുൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ചിക്കനോടെ ഫ്രൈ ആകുന്ന ടൈം നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇടാം. എന്നിട്ട് ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഗ്രീൻ ചില്ലി ഇങ്ങനെ കട്ടാക്കി വെക്കണം ഇതേപോലെ. എന്നിട്ട് കട്ടാക്കിയിട്ടായിട്ട് നമ്മൾ ആ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ ചില്ലി ബട്ടറിൽ നല്ല പാങ്ങിൽ മിക്സായിട്ട് ആ ബട്ടറൊക്കെ ഇങ്ങനെ ഗ്രീൻ ചില്ലിൻ്റെ അകത്തേക്ക് പോയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഒന്ന് ആ ഗ്രീൻ ചില്ലിയിലേക്ക് ബട്ടർ നല്ല പാങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിച്ച ശേഷം നമ്മൾ കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചില്ലി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നമ്മൾ അത് ഫുള്ളൊന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് കൊടുക്കുക. നമ്മൾ കാന്താരി ചിക്കൻ്റെ മെയിൻ മിക്സ് ഇതാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് നേരെ എടുത്തിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ചിക്കൻ ഇട്ടിട്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിപ്പോൾ മിക്സാക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതേപോലെ മിക്സാക്കിയെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ എത്തും ചിക്കൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട പോലെ മിക്സാക്കിയാൽ മതി. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ കഞ്ഞീൻ്റെ കൂടെയാണ് ഈ ചിക്കൻ കഴിച്ച് നോക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. പച്ചമുളകാണ് ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കും, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ഗൈസ്, മസ്റ്റ്. ഇന്ന് ട്രൈ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.